കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആനശല്യം രൂക്ഷമായി വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ കാട്ടുമൃഗശല്യവും വർദ്ധിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അപകടം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. സൈഡിലെ കാടുകൾ നല്ല രീതിയിൽ വെട്ടാത്തത് കൊണ്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൃത്യമായി ആനകളോ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളോ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഇത് നമ്മൾ വനംവകുപ്പുമായി നിരവധി പ്രാവശ്യം പറഞ്ഞെങ്കിലും ഇവിടെ സാധാരണ എല്ലാ കൊല്ലവും വെട്ടുന്ന ഫയർ ലൈൻ മാത്രമാണ് വെട്ടുന്നത്. പക്ഷേ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു, ഫയർ ലൈൻ മാത്രം പോരാ, കാട്ടുമൃഗശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ ഒരു 30 മീറ്റർ അപ്പുറം ഇപ്പുറയായിട്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ ചെറുമരങ്ങൾ അടക്കം വെട്ടിക്കൊണ്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കാഴ്ച ഉണ്ടാകുന്ന രീതിയിൽ വെട്ടണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട DF അടക്കം അവിടെ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ പൊതുജനങ്ങളും അതിനൊപ്പം തന്നെ വനംവകുപ്പ് VSS അടക്കമുള്ള ആളുകൾ സംയുക്തമായിട്ട് ഈ കാടുകൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് പൊതുജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാതെ ഇത് വനംവകുപ്പ് ഒരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കണം. കൃത്യമായി ഒരു കൊല്ലത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും 30-60 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വിസ്ത വെട്ടി ആ ഒരു ക്ലിയറൻസെങ്കിലും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. അതല്ല എങ്കിൽ ഇതുപോലെ തന്നെ അപകടങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം, സജീവ് എന്ന് പറഞ്ഞൊരു വ്യക്തി തൊട്ടടുത്ത് വന്നപ്പോഴാണ് ആനേനെ കാണാനിടയായത്. അകലെ നിന്ന് കണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. അപ്പോൾ വനംവകുപ്പ് നിസ്സംഗത പാലിക്കാതെ ഇതുപോലുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റണം. പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് മാത്രം നിങ്ങൾ മാറ്റരുത്. കാട്ടുമൃഗങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ RRT ഗ്രൂപ്പുകളെ ഈ റോട്ടിൽ എല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ത്രൂ ഔട്ട് 24 hours ഇവിടെ ഉണ്ടായിരിക്കണം. ആനകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ ഫെൻസിങ് അടിയന്തരമായി നമ്മളെല്ലാവരും പ്രശ്നമുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളുടെ സൈഡിൽ കൂടുന്ന ഫെൻസിങ് എന്തായാലും പുഴയറമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പണി ഉടനെ ആരംഭിക്കണം. അതുപോലെ കൃത്യമായി വനംവകുപ്പ് രാത്രി കാലങ്ങളിൽ ഇവിടെ ചെക്കിംഗ് ഉണ്ടാവണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളിലും വനംവകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ടായില്ലെങ്കിൽ ജനങ്ങൾ പ്രക്ഷോഭം മുന്നോട്ടേക്ക് പോകും. ജനജീവിതമാണ്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കേണ്ടത് വനംവകുപ്പിൻ്റെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ, ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണം. കൃഷിക്കാർക്ക് മറ്റുള്ള ആർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. ഉടനടി പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും സഹകരിച്ചാണ് ഈ വർക്ക് ഇവിടെ നടത്തുന്നത്. ഇതിന് ഞങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്, ആരും ഓർക്കേണ്ട. വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഉത്തരവാദിത്തം അവർ നിറവേറ്റണം. നിറവേറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുന്ന കൂടി അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക.